ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺ ലൊക്കേഷനെ പറ്റിയിട്ടാണ്. ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്റ്റോപ്പ് ചെയ്തവരായിരിക്കും. ഞാനും പേഴ്സണലി സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ്. ഏകദേശം 2 മാസത്തോളമായി ഞാൻ ഹാംസ്റ്റർ കോമ്പാറ്റ് നിർത്തിയിട്ട്. എന്നിട്ട് പോലും എനിക്കിഷ്ടം പോലെ അലോക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് നോക്കുക. എല്ലാ അപ്ഡേറ്റുകളും നമ്മളവിടെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോക്കേഷൻ എത്രയാണെന്ന് കാണാം. എനിക്ക് ടോട്ടലായി കിട്ടിയ ഹാംസ്റ്ററിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 13,241 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായേക്കാം, ഞാൻ 2 മാസം മുൻപ് നിർത്തിയ ഒരാളാണ്. ഒരു കീ ഗെയിം പോലും, ഞാൻ ഈ പ്ലേ ഗ്രൗണ്ടിൽ വന്ന ഒരു ഗെയിം പോലും കളിച്ചിട്ടില്ല, ഒരെണ്ണം പോലും ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല ഒരു ഗെയിമും. അതുപോലെ തന്നെ കീ ഗെയിംസിൻ്റെ പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 10 കീ ആയിരുന്നു. ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്നാപ്ഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെ 10 കീസ് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. എനിക്ക് ഈ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയത് 13,200 HMSTR ടോക്കണാണ്. നിങ്ങൾക്ക് പലർക്കും 200, 300 ഒക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കെങ്ങനെയാണ്, ഞാൻ നിർത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ടോക്കൺസ് കിട്ടിയത്, അതുപോലെ തന്നെ കീ ഗെയിംസ് ഒന്നും കളിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര ടോക്കൺസ് കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രോഫിറ്റ് പെർ അവർ ആണ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സാണ്. മാക്സിമം കിട്ടിയത് 11,000 ടോക്കൺസ്, 11,500 ടോക്കൺ കിട്ടിയത് ഫ്രണ്ട്സിൽ നിന്ന് മാത്രമാണ്. ഞാനിപ്പോൾ ടെലഗ്രാമിൽ പറഞ്ഞിരുന്നത് എനിക്ക് 1000 റെഫറൽ മാത്രമേ ഉള്ളൂ, പക്ഷേ തെറ്റാണ്. 2000 റെഫറലോളം എനിക്കുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എനിക്കിതാ 2244 റെഫറൽസ് ഉണ്ട്. ഞാൻ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാമാണ്, നിങ്ങൾ ചെയ്യരുത്, ടൈം വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും, ഇത്രയധികം നെഗറ്റീവ് ഹാംസ്റ്റർ കോമ്പാറ്റിനെ പറഞ്ഞിട്ട് പോലും എനിക്ക് 2000 റെഫറൽ കിട്ടി. അത് ഓർക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊന്നും എൻ്റെ റെഫറൽ ലിങ്ക് കൊടുക്കാറില്ല. ഞാൻ പണ്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ലിങ്ക് വഴി കയറിയവരാണ് ഇത്രയധികം. അപ്പോൾ ഞാനിത് സ്കാം ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് സ്കാമാണ്, നിർത്തുക, ഇത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്, നിങ്ങൾ കൊടുക്കുന്ന ടൈമിന് ഒരിക്കലും റിട്ടേൺസ് കിട്ടില്ല എന്ന കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 4 മാസക്കാലം സ്പെൻഡ് ചെയ്തതിൻ്റെ ടൈമിനുള്ള വെർത്തായുള്ള റിവാർഡ് തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് 500 ടോക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലെങ്കിലും മിനിമം ഹാംസ്റ്റർ കോമ്പാറ്റ് ലോഞ്ച് ആവുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഡോഗ്സ് ലോഞ്ച് ചെയ്ത്, ഡോഗ്സിന് ഇതുപോലെ തന്നെ ഒരു ബാക്ക് ചെയ്യാൻ ഒരു കമ്പനിയും ഇല്ല. ടെലഗ്രാം സ്വന്തമായി ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റിന് 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ആദ്യം ലിസ്റ്റ് ആക്കിയത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാം അല്ല എന്നുണ്ടെങ്കിൽ 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലെങ്കിലും മിനിമം ലോഞ്ച് ആക്കണം. കാരണം അത്രയധികം പൈസ അവർ യൂസേഴ്സ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മിനിമം 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലെങ്കിലും ലിസ്റ്റ് ആവണം. അപ്പോൾ 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരിക 0.008 ആണ്. ഡോളേഴ്സാണ് 0.008. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 0.008 ഇൻറ്റു നിങ്ങൾക്ക് എത്ര ടോക്കൺ ഉണ്ട് എന്ന കാര്യം കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നറിയാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക. 0.008 ഇൻറ്റു നിങ്ങളുടെ കയ്യിൽ എത്ര HMSTR ടോക്കൺ ഉണ്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡോളേഴ്സ് കിട്ടുമെന്ന അലോക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കാം, 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ലോഞ്ച് ആവുകയാണെങ്കിൽ ഇത്ര കിട്ടും. ഞാൻ പറയുന്നത് 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ലോഞ്ച് ആവുകയാണെങ്കിലാണ്. ഇനി അതിൻ്റെ താഴേക്ക് പോകുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും കുറയും. ഇനി ഒരു 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ലിസ്റ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് പ്രഡിക്ഷനിൽ എന്നൊരു അർത്ഥമല്ല, നമുക്ക് ലിസ്റ്റ് ആകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എത്രയാണ് കറക്റ്റ് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് കിട്ടിയത് 13,000 സംതിങ് ആണ്. അതിൽ നെക്സ്റ്റ് അൺലോക്ക് ആയിട്ട് 1,500 കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത സീസണിലായിരിക്കും അത് അൺലോക്ക് ആവും. എന്ന് വെച്ചാൽ ഇനി അൺലോക്ക് ആവാനുണ്ട്, അത് വെസ്റ്റിംഗിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ ടോക്കൺസ് ഇന്ന് അൺലോക്ക് ആവില്ല, അല്ലെങ്കിൽ ലിസ്റ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുക അൺക്ലെയിംഡ് എന്ന് പറയുന്നതിൽ കിടക്കുന്ന ടോക്കൺസ് ആണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ വിഡ്രോവൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതാണ് വിഡ്രോവൽ ചെയ്യേണ്ട എങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് വരാൻ പോകുന്നത് എത്രയാണ്, നിങ്ങൾക്ക് എത്ര ടോക്കൺ അൺക്ലെയിംഡിൽ കിടക്കുന്നത് അതാണ് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് അന്ന് എത്തുക. ഓക്കെ, ബാക്കി ഇവിടെ കാണുന്ന ഈ ഒരു നെക്സ്റ്റ് അൺലോക്ക് നമുക്ക് അടുത്ത സീസണിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അൺലോക്ക് ആവുക. അല്ലെങ്കിൽ റൂമേഴ്സ് ഒക്കെ പറയുന്നത് 30 ദിവസമാണ് വെസ്റ്റിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്നതാണ് റൂമേഴ്സ് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് അല്ല. ഓക്കെ, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നാൽ മാത്രമേ എത്ര കാലത്തേക്കാണ് വെസ്റ്റിംഗ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാൻ കിട്ടിയവരെല്ലാം അത് ഡിസേർവ് ചെയ്തവരാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാൻ ആവും. കീ ജനറേറ്റ് ചെയ്യുന്ന ടെലഗ്രാം ബോട്ടുകൾ, വെബ്സൈറ്റുകളൊന്നും യൂസ് ചെയ്യരുത്. കീസ് വേണം എന്നുള്ളൊരു ജെന്യൂനായിട്ട് ഗെയിംസ് കളിക്കുക എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ചീറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ എലിജിബിൾ ആവും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ തെറ്റ് തന്നെയാണ്. 2000 കീസ് 3000 കീസൊക്കെ ചീറ്റ് ചെയ്ത് ഉണ്ടാക്കിയവർ ഇപ്പോഴും എലിജിബിൾ ആണ്, അവർക്ക് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് മോശമാണെന്ന് പറയുന്നതും. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റ് ടൈമിന് അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.